ദൂരദർശൻ ഡയറക്ടർ ജനറലിൻ്റെ ഓഫീസിൻ്റെ പേര്? മണ്ഡി ഹൗസ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ദ ലൂമിനസ് പാർക്സ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ദ ഇൻസൈഡർ എന്ന നോവൽ രചിച്ചത് ആരാണ്? മുൻ പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവു. തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ പ്രവർത്തനമാരംഭിച്ച വർഷം ഏതാണ്? 1963. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. താഷ്കന്റ് കരാർ ആരൊക്കെ തമ്മിലാണ് ഒപ്പിട്ടത്? ഇന്ത്യയും പാകിസ്ഥാനും. താഷ്കന്റ് കരാറിൽ ഒപ്പുവച്ച നേതാക്കൾ ആരെല്ലാമായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രിയും അയൂബ് ഖാനും. തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന സ്ഥലം ഏത് വ്യവസായത്തിന് പ്രസിദ്ധമാണ്? പൗൾട്രി വ്യവസായം. തമിഴ്നാട്ടിൽ ടാങ്ക് നിർമ്മാണശാല എവിടെയാണ്? ആവടി. തമിഴ്നാട്ടിൽ ഓഫ്സെറ്റ് അച്ചടിക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ശിവകാശി. ദേശീയ ഗാനത്തിൻ്റെ ഷോർട്ട് വേർഷൻ പാടാൻ ആവശ്യമായ സമയം എത്രയാണ്? 20 സെക്കൻഡ്. ഡോക്ടർ സക്കീർ ഹുസൈൻ ഉപരാഷ്ട്രപതിയായിരുന്നത് ഏത് കാലത്താണ്? 1962 മുതൽ 1967 വരെ. ജോബ് ഫോർ മില്യൺസ്, വോയിസ് ഓഫ് കോൺഷ്യൻസ് എന്നീ കൃതികൾ രചിച്ചത് ആരാണ്? ഡോക്ടർ VV ഗിരി. സോണിയാഗാന്ധിയുടെ യഥാർത്ഥ പേരെന്ത്? അന്റോണിയോ മൈനോ. ഗോവയെ മോചിപ്പിച്ച സൈനിക നീക്കത്തിൻ്റെ പേരെന്ത്? ഓപ്പറേഷൻ വിജയ്. 1961. ഷോളാപൂർ ഏത് വ്യവസായത്തിന് പ്രസിദ്ധമാണ്? പരുത്തിത്തുണി വ്യവസായം. കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെൻറ്റ് എവിടെയാണ്? സെക്കന്ദരാബാദ്. ലോകത്തെ 70% രത്നങ്ങളും മുറിക്കുകയും പോളിഷ് ചെയ്യുന്നതും എവിടെയാണ്? സൂറത്ത്. റേസിംഗ് റൈനോ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ ഏതാണ്? INS ബ്രഹ്മപുത്ര. ബോംബെ ഹൈ എന്തിന് പ്രസിദ്ധമാണ്? പെട്രോളിയം ഖനനം. ഡെനിം സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? അഹമ്മദാബാദ്. ഹൈദരാബാദിലെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിൽ എന്താണ് നിർമ്മിക്കുന്നത്? ഗൈഡഡ് മിസൈലുകൾ. വൈജയന്ത, അർജുൻ തുടങ്ങിയ ടാങ്കുകൾ നിർമ്മിച്ചത് എവിടെയാണ്? ആവടി. മൈക്ക ഖനനത്തിന് പ്രസിദ്ധമായ കോഡർമ ഖനികൾ ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എവിടെയാണ്? ജംഷഡ്പൂർ. കൊരാപുട്ട് അലൂമിനിയം പ്രൊജക്റ്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഒറീസ. കൊയാലി എന്തിന് പ്രസിദ്ധമാണ്? എണ്ണ ശുദ്ധീകരണശാല. ISROയുടെ വാണിജ്യ വിഭാഗമായ ആൻഡ്രിക്സ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂർ. ISRO സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1969. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. ജംഷഡ്പൂർ ഏത് വ്യവസായത്തിന് പ്രസിദ്ധമാണ്? ഇരുമ്പുരുക്ക്. ജീവിച്ചിരിക്കുമ്പോൾ പരമവീരചക്രം ലഭിച്ച ഏക സൈനികനാര്? സുബേദാർ മേജർ ബാന സിംഗ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞേതാവാരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. ചണ്ഡീഗഡ് നഗരം ആസൂത്രണം ചെയ്തത് ആര്? ലെ കോർബൂസിയർ. ചാന്ദ്രയാൻ പദ്ധതിക്കായി ഇന്ത്യ ഉപയോഗിച്ച ബഹിരാകാശവാഹനത്തിൻ്റെ നാമധേയം? PSLV C-11. ചരൺ സിംഗിൻ്റെ സമാധിക്ക് പറയുന്ന പേര്? കിസാൻ ഘട്ട്. ചമ്പാനീർ പാവഗഡ് ആർക്കിയോളജിക്കൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ചന്ദ്രയാൻ 2 പദ്ധതി ഏത് രാജ്യവുമായി സഹകരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്? റഷ്യ. ഹൂഗ്ലി നദിയുടെ തീരത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന വ്യവസായം എന്താണ്? ചണം. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? വിശാഖപട്ടണം. ഹിന്ദുമതക്കാരനല്ലാത്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? മൻമോഹൻ സിംഗ്. ദ ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ഇന്ത്യൻ ഫിലോസഫി എന്നീ കൃതികൾ രചിച്ചത് ആര്? ഡോക്ടർ രാധാകൃഷ്ണൻ. ഹാൽഡിയ ഏതു നിലയിൽ പ്രസിദ്ധമാണ്? എണ്ണ ശുദ്ധീകരണശാല. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ ആരായിരുന്നു?
സാം മനേക്ഷ. ചാച്ചാജി എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആര്? RK ഷൺമുഖം ചെട്ടി. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ആദ്യ മന്ത്രി ആരാണ്? RK ഷൺമുഖം ചെട്ടി. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഭാരതത്തിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എപ്പോഴായിരുന്നു? 1975 ജൂൺ 25. നിലവിൽ വന്നത് 26 മുതലായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ആരായിരുന്നു? ബൽദേവ് സിംഗ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടനിലേക്കുള്ള ഹൈക്കമ്മീഷണർ ആരായിരുന്നു? VK കൃഷ്ണമേനോൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ C രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷയായ രണ്ടാമത്തെ വനിത സോണിയ ഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ച വിദേശ വംശജ സോണിയ ഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ച ആർജിത ഇന്ത്യൻ പൗരത്വമുള്ള ഏക വ്യക്തി സോണിയ ഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിൽ ലോക്സഭയിലേക്ക് നടന്ന പൊതുതിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിച്ചത്? 364. സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചത് ആര്? C രാജഗോപാലാചാരി. സ്വീഡിഷ് സർക്കാരിൻ്റെ സഹായത്തോടെ ലോക് ജംബിഷ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. സ്വാതന്ത്ര്യദിനത്തിൽ എവിടെ നിന്നുമാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നത്? ചെങ്കോട്ട. സ്വന്തം അംഗരക്ഷകരായ 2 സിഖുകാരാൽ വധിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ചെയർമാൻ ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നത് ഫസൽ അലി. സ്പീക്കർ സ്ഥാനം വഹിച്ച ശേഷം രാഷ്ട്രപതിയായത് ആര്? നീലം സഞ്ജീവ റെഡ്ഡി. ഗുണനിലവാരമുള്ള കാർഷിക ഉപകരണങ്ങൾക്ക് നൽകി വരുന്ന മുദ്ര അഗ്മാർക്ക്. ഗുഡ്ഗാവ് വ്യവസായ മേഖല ഏത് സംസ്ഥാനത്താണ്? ഹരിയാന. ഗുജറാത്തിലെ ഗോധ്ര സംഭവം നടന്ന വർഷമേത്? 2002. ഗുജറാത്തിലെ കാംബെ എന്തിനാണ് പ്രസിദ്ധമായത്? പെട്രോളിയം ഖനനം. സുവർണക്ഷേത്രത്തിൽ നിന്നും ഭീകരരെ തുരത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ വർഷം 1984. സുവർണക്ഷേത്രത്തിൽ 1984 ഇന്ത്യൻ പട്ടാളം നടത്തിയ നീക്കം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഗുരു ഗോവിന്ദ് സിംഗ് തെർമൽ പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? റോപ്പർ. ഗുരുനാനാക്ക് തെർമൽ പവർ പ്ലാന്റ് എവിടെയാണ്? ഭട്ടിൻഡ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങൾ ചുമതല നിർവഹിച്ച ഏക വ്യക്തി M ഹിദായത്തുള്ള. സിംല കരാറിൽ ഒപ്പുവെച്ചത് ആരെല്ലാം? ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും. സിൽക്ക് വ്യവസായത്തിന് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ സ്ഥലം കാഞ്ചീപുരം. CBIയുടെ പൂർണ്ണരൂപം സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. സാമ്പൽപൂർ ഏതു ധാതുവിൻ്റെ ഖനനത്തിന് പ്രസിദ്ധമാണ്? കൽക്കരി. ഗാന്ധി വധക്കേസിൽ പ്രതികളെ തൂക്കിലേറ്റിയ ജയിൽ അംബാല ജയിൽ. ഗാന്ധിനഗർ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ലെ കോർബുസിയെ. സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ആസ്ഥാനം എവിടെ? കൽക്കട്ട. സാരികൾക്ക് പേരുകേട്ട കാഞ്ചീപുരം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ഗരീബി ഹഠാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹൈദരാബാദ്. സർദാർ പട്ടേൽ മ്യൂസിയം എവിടെയാണ്? സൂററ്റ്. സർദാർ പട്ടേൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എവിടെ സ്ഥിതി ചെയ്യുന്നു? സൂററ്റ്. സമ്പദാ സ്ഥൽ ആരുടെ സമാധി സ്ഥലമാണ്? ജഗ്ജീവൻ റാം. സമാധാനത്തിൻ്റെ മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. IRDPയുടെ പൂർണ്ണരൂപം ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. സർവശിക്ഷ അഭിയാൻ്റെ ലക്ഷ്യം ഗുണനിലവാരമുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം.
സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത നേതാവ് ജയപ്രകാശ് നാരായൺ. ഷാനോ വരുണ ഏതിൻ്റെ ആപ്തവാക്യമാണ്? ഇന്ത്യൻ നേവി. കടുവകളുടെ സംരക്ഷണാർത്ഥം ഭാരത സർക്കാർ പ്രൊജക്റ്റ് ടൈഗർ നടപ്പിലാക്കിയ വർഷമേത്? 1973. മൈ ഓൺ ബോസ്വെൽ രചിച്ചത് ആരാണ്? എം ഹിദായത്തുള്ള. കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമാകുന്നതിന് മുമ്പ് ദേശീയ മൃഗം ഏതായിരുന്നു? സിംഹം. കൂടംകുളം ആണവ പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യമേത്? റഷ്യ. കൂറുമാറ്റ നിരോധന നിയമം ആരുടെ കാലത്താണ് നിർമ്മിച്ചത്? രാജീവ് ഗാന്ധി. കുടൽ കമ്മീഷൻ എന്തിനെക്കുറിച്ചാണ് അന്വേഷിച്ചത്? ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനം. കിഴക്കൻ പാകിസ്ഥാന് ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യമായി തീരാൻ ആവശ്യമായ സഹായങ്ങൾ നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെട്ടത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? കേരളം, തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി. ശാസ്ത്രലോകത്തെ മഹാത്മാഗാന്ധി എന്ന് വിക്രം സാരാഭായിയെ വിശേഷിപ്പിച്ചത് ആരാണ്? APJ അബ്ദുൽ കലാം. കാളിഘട്ട് നഗരത്തിൻ്റെ ഇപ്പോഴത്തെ പേര്? കൊൽക്കത്ത. കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഗുജറാത്ത്. കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി? അടൽ ബിഹാരി വാജ്പേയി. കാമിനി റിയാക്ടർ എവിടെയാണ്? കൽപ്പാക്കം. കാർഗിൽ യുദ്ധം നടന്ന വർഷം? 1999. കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? പഞ്ചാബ്. സ്റ്റാമ്പിൽ ചിത്രം അടിച്ചടിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത? മീരാഭായ്. ശാന്തിവൻ ആരുടെ സമാധി സ്ഥലമാണ്? ജവഹർലാൽ നെഹ്റു. കശ്മീർ കരാറിൽ ഒപ്പുവച്ച രാജാവ്? രാജാ ഹരിസിംഗ്. ശക്തി സ്ഥലിൽ അന്ത്യനിദ്ര കൊള്ളുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം? 1986. വ്യാവസായികമായി ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം? മഹാരാഷ്ട്ര. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ കോത്താരി കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത്? 1964. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഒരു ഉപഗ്രഹം വിക്ഷേപിച്ച ആദ്യത്തെ രാജ്യം? ഇന്ത്യ. വിജയഘട്ടിൽ അന്ത്യനിദ്ര കൊള്ളുന്നത് ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. വിശ്വാസ പ്രമേയത്തിൽ പരാജയപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി? VP സിംഗ്. വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ രചിച്ചതാര്? നീലം സഞ്ജീവ് റെഡ്ഡി. വിഭജനത്തോടെ ഏത് തുറമുഖം പാകിസ്ഥാന് ലഭിച്ചതിനാലാണ് കണ്ട്ല തുറമുഖം ഇന്ത്യ വികസിപ്പിച്ചത്? കറാച്ചി. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ. ഓൾ ഇന്ത്യ റേഡിയോയുടെ പേര് ആകാശവാണി എന്ന് മാറ്റിയ വർഷം ഏത്? 1957. ഓൾ ഇന്ത്യ റേഡിയോ നിലവിൽ വന്ന വർഷം? 1936. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ഇപ്പോൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യ ഗേറ്റ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് കരസേന തലവനായിരുന്നത് ആരായിരുന്നു? ജനറൽ AS വൈദ്യ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്ന വർഷം? 1984. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലെ ആദ്യ വനിതാ ഗവർണർ ആരായിരുന്നു? സരോജിനി നായിഡു. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിത? ജാനകി രാമേന്ദ്രൻ. വർഗീയ കലാപം നേരിടാനുള്ള സേനയ്ക്ക് പറയുന്ന പേരെന്ത്? ദ്രുതകർമ്മസേന. ഒന്നാം ലോക്സഭയിൽ കോൺഗ്രസ് പാർട്ടി നേടിയ സീറ്റുകളുടെ എണ്ണം? 364. ഒന്നാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? KC നിയോഗി. വനാഞ്ചൽ എന്നും അറിയപ്പെട്ടിരുന്ന സംസ്ഥാനം? ഝാർഖണ്ഡ്. വധിക്കപ്പെട്ട ആദ്യ കേന്ദ്രമന്ത്രി? LN മിശ്ര. ഏത് വൈസ് പ്രസിഡന്റ് രാജിവെച്ചപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് ഹിദായത്തുള്ള ആക്ടിംഗ് പ്രസിഡന്റായത്? VV ഗിരി. ഏത് രാജ്യമാണ് അഡ്മിറൽ ഗോർഷ്കോവ് എന്ന വിമാനവാഹിനി കപ്പൽ ഇന്ത്യക്ക് കൈമാറുന്നത്? റഷ്യ. ഏത് രാജ്യമാണ് അന്റാർട്ടിക്ക പര്യടനത്തിനായി ഇന്ത്യക്ക് MV പോളാർ സർക്കിൾ എന്ന വാഹനം നൽകിയത്? നോർവേ. ഏത് രാജ്യത്തിനാണ് മാനുഷിക പരിഗണനയുടെ പേരിൽ ഇന്ത്യ തീൻ ബിഗ കോറിഡോർ വിട്ടുകൊടുത്തത്? ബംഗ്ലാദേശ്. ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് 1983 ഒളിമ്പിക് ഓർഡർ ലഭിച്ചത്? ഇന്ദിരാഗാന്ധി. ഏതുതരം ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരമാണ് അക്മാർക്ക് സൂചിപ്പിക്കുന്നത്? കാർഷിക ഉൽപ്പന്നങ്ങൾ. ഏത് സേനയുടെ തലവനാണ് അഡ്മിറൽ? നാവികസേന. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ഝാർഖണ്ഡ് രൂപവൽക്കരിച്ചത്? ബീഹാർ. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ഛത്തീസ്ഗഡ് രൂപവൽക്കരിച്ചത്? മധ്യപ്രദേശ്. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് മഹാരാഷ്ട്രയും ഗുജറാത്തും രൂപം കൊണ്ടത്?
ബോംബെ. ഏത് സംസ്ഥാനത്താണ് ചാന്ദിപ്പൂർ ഓൻസി? ഒറീസ. ഏത് സംഘടനയ്ക്കാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സമർപ്പിച്ചിരിക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടന. ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി? വി പി മേനോൻ.